വീണ്ടും നമുക്ക് കേരള വണ്ടിൻ്റെ അതേ ക്വാളിറ്റിയിലൊരു ഹൈ ക്വാളിറ്റി ഫോർച്യൂണർ, അതും 4x4 ഓട്ടോമാറ്റിക് കേട്ടോ. 4x4 ഓട്ടോമാറ്റിക്കിന് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. നമ്മളത് 4x4 ഓട്ടോമാറ്റിക് നമ്മൾ സ്റ്റോക്ക് വന്നിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ 4x4 ഓട്ടോമാറ്റിക് കൊണ്ടിരുന്നത്. അതും 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന 2015 മോഡൽ കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം, വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെ കേട്ടോ. ഒരു കേരള വണ്ടിൻ്റെ അതേ ക്വാളിറ്റിയിൽ വരുന്നൊരു വാഹനമാണ്, അതർ സ്റ്റേറ്റ് വാഹനമാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ 2,11,000 കിലോമീറ്ററാണ്. A to Z ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിലില്ല. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്. പുറത്തുനിന്ന് വരുന്ന വണ്ടികളിൽ 99% ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാവും. വേറെ ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല. ഒരു പേൾ വൈറ്റിലാണ് ഈ വാഹനം വരുന്നത് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% 4 ടയർ ഭാഗങ്ങളും വരുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത് കേട്ടോ. പേൾ വൈറ്റിൽ TR ടിക്കറ്റ് കമ്പനി വരുന്ന TR ടിക്കറ്റാണ് കേട്ടോ. പുറത്തുനിന്ന് ചെയ്ത TR ടിക്കറ്റില്ല, കമ്പനി ഒറിജിനൽ TR ടിക്കറ്റ് വരുന്നൊരു വാഹനം തന്നെയാണ്. കംപ്ലീറ്റ് സ്റ്റോക്ക് കണ്ടീഷൻ വരുന്നൊരു വാഹനം തന്നെ കേട്ടോ. ആ ഒരു ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. സൈഡ് ഭാഗങ്ങളാണെങ്കിലും ഫ്രണ്ട് ഭാഗങ്ങളാണെങ്കിലും ഇൻറ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും. ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ 4x4 കംപ്ലീറ്റ് ബ്ലാക്കാണ് വരുന്നത് കേട്ടോ. ബ്ലാക്ക് സീറ്റ് കവർ, അതേപോലെ സൈഡ് ഡോർ പാഡുകളൊക്കെ ബ്ലാക്കാണ് വരുന്നത് കേട്ടോ. ഫ്രണ്ട് എഡ്ജ് ബോഡി കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. അതേപോലെ എഞ്ചിൻ ഭാഗമൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ. മെക്കാനിക്കലൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ്. A to Z ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. 2024 4 മാസം വരെ ഇതിൽ കമ്പനി ഹിസ്റ്ററിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഈ വാഹനം. പിന്നെ ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഒരു 90% ടയർ ഭാഗം വരുന്നുണ്ട്. ബാക്ക് ഒരു 60% ടയർ ഭാഗങ്ങൾ വരുന്നത് കേട്ടോ. പേൾ വൈറ്റിൽ TR ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. അതും 4x4 ഓട്ടോമാറ്റിക് വാഹനം കേട്ടോ. 4x4 ഓട്ടോമാറ്റിക്കിൽ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. നമുക്ക് സ്റ്റോക്ക് വളരെ കമ്മിയുള്ളൊരു വാഹനം തന്നെയാണ്. ഇനി 2-3 കൂടി 4x4 ഓട്ടോമാറ്റിക് നമുക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ. ഈ ഒരു വാഹനം 2-3 സൈറ്റുള്ള സ്റ്റോക്ക് കയറിയിട്ട് നമ്മളൊരു ടച്ചിങ് പോലും ഈ വാഹനത്തുമ്പോൾ കയറ്റിയില്ല കേട്ടോ. ഒരു ടച്ചിങ് പോലും ഈ വാഹനത്തുമ്പോൾ നമ്മൾ ചെയ്തില്ല. വന്ന് നേരെ പോളിഷ് ചെയ്തു, ഒന്ന് സർവീസ് ചെയ്തു എന്നല്ലാതെ വേറൊരു ചെറിയൊരു വർക്ക് പോലും നമുക്കില്ലായിരുന്നു. 1-2 ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. മേജർ ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൻ്റെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. നമുക്ക് ഗ്യാരണ്ടിയാണ്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പോളിഷ് ചെയ്തപ്പോൾ ചെറുതായിട്ട് പെയിൻറ്റ് പെട്ടെന്ന് കാണുന്നില്ല. നമ്മൾ കറക്റ്റ് പറയുക, നമ്മൾ വണ്ടി കാണാതെ ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ട് വണ്ടി എടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് പറയുന്നത്. ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്, വേറെ ഒന്നും നിലവിലില്ല. അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഇവിടെ ചെറിയൊരു കുഴി കാണുന്നുണ്ട്. പിന്നെ പെയിൻറ്റിങ് പോയതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ മൈന്യൂട്ട് കേസുകളും നമ്മൾ എടുത്ത് പറയാമെന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ കഴിയാം. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ പക്കയാണ്. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡ് ഉള്ളത്. നമ്മളൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നൊരു വാഹനം തന്നെയാണ് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കേട്ടോ. ബാക്ക് ഒറിജിനൽ TRD കിറ്റിൻ്റെ ബാക്ക് സ്കാറ്റിങ് വരുന്നത്. അതേപോലെ നമുക്ക് സ്റ്റോക്ക് കണ്ടീഷനിലെ ടൈലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം. പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ പക്ക കണ്ടീഷനാണ്. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ 4x4 കൂടുതലും ബ്ലാക്ക് ടച്ചിലാണ് വരുന്നത് കേട്ടോ. ഇൻറ്റീരിയർ ഭാഗങ്ങൾ കംപ്ലീറ്റ് ബ്ലാക്കിലാണ് വരുന്നത്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. അതേപോലെ റീഡിംഗ് മീറ്റർ കാണുകയാണെങ്കിൽ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ. സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഒറിജിനൽ ലെതർ സീറ്റ് കവർ വരുന്നത് തന്നെയാണ്. ആ ഓടിയതായിട്ടുള്ള അതിൻ്റെ ചെറിയ പഴക്കവും കാര്യങ്ങളുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ ചെറിയൊരു പാച്ച് ഉണ്ട്, അത് നമ്മൾ പാച്ച് ചെയ്ത് തരും കേട്ടോ. ഈ ഒരു ബട്ടൺ പോയിട്ടുണ്ട്. സീറ്റ് വർക്കിംഗ് ഒക്കെ പക്കയാണ്, കറക്റ്റ് വർക്കിംഗ് ആണ്. അതിൻ്റെ ആ ഒരു ബട്ടൺ ചാടി പോയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അതേപോലെ ബാക്ക് സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. ഒക്കെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നൊരു വാഹനം തന്നെയാണ് കേട്ടോ അത്. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. ടയർ ഭാഗങ്ങൾ ഒരു 60-70% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ട് ഈ ഒരു ടയർ ഒരു 80% വരുന്നുണ്ട് കേട്ടോ. അതേപോലെ അതിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരുമ്പോഴേ അപ്രോണിൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത്. ഏതൊരു ഭാഗത്തും മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. അതേപോലെ ഈ ഒരു ഭാഗം എഞ്ചിൻ സൈഡാണ് ഈ കാണിക്കുന്നത്. അതേപോലെ ഈ സൈഡ് അപ്രോണാണ് ഈ കാണിക്കുന്നത്. ഏതൊരു ഭാഗത്തും ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. അത് ഗ്യാരണ്ടിയാണ്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. നമ്മൾ അത്രയും ദൂരം ഓടിച്ചു പോകുന്നൊരു വാഹനം തന്നെയുണ്ട് ഇത് പാർട്ടി. 2015 മോഡൽ 4x2 ഓട്ടോമാറ്റിക് പേൾ വൈറ്റിൽ
ഒറിജിനൽ കമ്പനി TR ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനം, സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം, കിലോമീറ്റർ ഓടിയുള്ളത് 2,11,000 കിലോമീറ്റർ ഉണ്ടോ. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് NOCയിലുള്ള പ്രൈസാണ്, നമ്പർ ആക്കിയിട്ടല്ല. എക്സ്ട്രാ ടാക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അടക്കണം. NOCയിൽ നമുക്ക് ഫൈനലായിട്ട് റേറ്റ് വരുന്നത് 13,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കട്ടെ. നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.